ഫ്രണ്ട്സ്, അപ്പോൾ ഷമീർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ മീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം മുളക് പൊടി 2 ടീസ്പൂൺ, അതുപോലെ ഒരു ചെറുനാരങ്ങ നീര് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, പിന്നെ കുരുമുളക് തൂൾ എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയും സവോളയും കുറച്ച് കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളക് വെട്ടി നുറുക്കിയത്, തക്കാളി ചന്നഭിന്നം വെട്ടിക്കൂട്ടിയത്, പിന്നെ ഇത്തിരി തേങ്ങാപ്പാൽ, പിന്നെ നമ്മുടെ മീൻകുട്ടന്മാരെ നല്ല കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സെറ്റാക്കി എടുത്തത്. പിന്നെ അടുത്ത പരിപാടി മിക്സിംഗ് ആണ്. മിക്സിങ്ങിന് എല്ലാ മസാലയും എടുത്ത് തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടി പരിവാക്കി നല്ല മിക്സിങ് ആക്കി കുട്ടപ്പനാക്കി തേച്ചങ്ങ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിടണം, ഉപ്പ് അധികമാകാൻ പാടില്ല. അതുപോലെ തന്നെ നാരങ്ങ നീരിൻ്റെ കുരു കളയാൻ മറന്നു പോയിട്ട്, അത് കുഴപ്പമില്ല, നമുക്ക് തിന്നുമ്പോൾ സെറ്റാവും. പിന്നെ കുരുമുളകിൻ്റെ പൊടി നല്ല തട്ടി കൊടുക്കുക നൈസായിട്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കുറച്ച് വേറെ ആവശ്യമുണ്ട്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരിലേക്ക് തേച്ചങ്ങ് പിടിപ്പിക്കുക. നൈസായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി തേച്ചങ്ങ് പിടിപ്പിച്ച് കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മസാല സെറ്റാക്കാണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് സെറ്റാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പാന് ചൂടായി, അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയ്ക്ക് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ചറപറാന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മീൻകുട്ടന്മാരെടുത്ത് ഓരോന്നിടത്തായിട്ട് വെച്ചാൽ കൊടുത്തു. മീൻകുട്ടന്മാരങ്ങനെ പിന്നെ കിടന്ന് കിറന്നുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് ഞാൻ തൽക്കാലം മ്യൂട്ടാക്കിയേക്കാണ്. പിന്നെ അങ്ങനെ അമ്മമാരെ പൊരിച്ചും എടുക്കണം കേട്ടോ, അതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ പൊരിച്ച് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് അടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് മാത്രം. അങ്ങനെ നമ്മൾ മീനൊക്കെ മറിച്ചിട്ട് നല്ല സെറ്റായി. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ച ചെറുള്ളി വെളുള്ളി സംഭവം തട്ടിക്കൊടുത്തു. അത് ചറപറാന്നുണ്ട് ഇളക്കി സെറ്റാക്കി. അതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ബാക്കി നമ്മൾ എടുത്തു വെച്ച സാധനം അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നവരെ നമ്മൾ ഇളക്കണം. അതിനുശേഷം നമ്മൾ പച്ചമുളക് തട്ടി കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇളക്കുക. അടിപ്പിടിക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ച തക്കാളി ചന്നഭിന്നം വെട്ടിക്കുട്ടിയതാണ് തട്ടിക്കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടിപിടിക്കാതെ വേവിക്കുക. അതിനുശേഷം ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാല അത് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കൊടുക്കുക. തേങ്ങാപ്പാലിൻ്റെ ആണ് കേട്ടോ, തേങ്ങാപ്പാലാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതിന് ശേഷം കുറച്ച് ഉപ്പും, എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കുഴമ്പ് പരുവത്തിൽ വേവിച്ചെടുക്കുക. പിന്നെ അടുത്തതായിട്ടുള്ള പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകുട്ടന്മാരെ എടുക്കുക, 2 തക്കാളി വട്ടത്തിലരിഞ്ഞു, 2 കറിവേപ്പിലയും എടുക്കുക, പിന്നെ ഈ മസാലയും. അതിന് ശേഷം ഒരു വാഴയിലയിൽ മസാലയിൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മീൻകുട്ടനെ അതിലേക്കാണ്ട് വെക്കുക. ഡെക്കറേഷന് വേണ്ടി 2 തക്കാളിയും കറിവേപ്പിലയും അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് മസാല കൂടെ തേച്ച് കൊടുത്ത് ഡെക്കറേഷന് വേണ്ടി 2 തക്കാളിയുടെ പീസും കറിവേപ്പിലയും വെച്ചങ്ങ് മടക്കുക. സെറ്റപ്പ് പരിപാടികളോ, നല്ല ടേസ്റ്റാണ്, നമ്മൾ കഴിച്ചു നോക്കിയിട്ടുള്ളതാണ്. കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണിത്, പെട്ടെന്ന് പൊരിച്ചിട്ട് പെട്ടെന്നാണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ മടക്കി കെട്ടി വാഴയിലയിൽ 8 കെട്ടും കെട്ടി പാനിലിട്ടൊന്നാണ് ചൂടാക്കുക.
പൊള്ളിക്കുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കെട്ടി 2-3 കെട്ടുണ്ട് കേട്ടോ. പാനൊക്കെ റീഫ്രഷ് ആക്കി ഒന്ന് ചൂടാക്കി അതിനകത്ത് വെച്ചു. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ സാധനം ഇറക്കി ഡെക്കറേഷൻ ഒരു നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊളി സാധനം എന്താ മക്കളെ, അടിപൊളി സാധനമാണ്. കപ്പയും കൂട്ടിയിട്ട് അടിച്ചപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.